ഓം ശാന്തി 2/8/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, നിങ്ങളുടെ യഥാർത്ഥ സംസ്കാരം പവിത്രതയുടേതാണ്. നിങ്ങൾ രാവണന്റെ കൂട്ടുകെട്ടിലേക്ക് വന്ന് പതീതമായിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും പാവനമായി പാവന ലോകത്തിന്റെ അധികാരി ആകണം. ചോദ്യം: അശാന്തിയുടെ കാരണവും അതിനുള്ള നിവാരണവും എന്താണ്? ഉത്തരം: അശാന്തിയുടെ കാരണമാണ് അപവിത്രത. ഇപ്പോൾ ഭഗവാനായ അച്ഛനോട് പ്രതിജ്ഞ ചെയ്യൂ, നമ്മൾ പവിത്രമായി പവിത്ര ലോകത്തെ സ്ഥാപിക്കും. ദൃഷ്ടി നിർവികാരിയാക്കും, വികാരി ആക്കില്ല. എങ്കിൽ അശാന്തി ദൂരീകരിക്കപ്പെടും. ശാന്തി സ്ഥാപന ചെയ്യാൻ നിമിത്തമാക്കപ്പെട്ട നിങ്ങൾ കുട്ടികൾക്ക് അശാന്തി വ്യാപിപ്പിക്കാൻ സാധിക്കില്ല. നിങ്ങൾ ശാന്തമായിരിക്കണം, മായയുടെ അടിമ ആകരുത്. ഓം ശാന്തി. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നു, ഗീതയുടെ ഭഗവാൻ ഗീത കേൾപ്പിച്ചു. ഒരു പ്രാവശ്യം കേൾപ്പിച്ച ശേഷം പിന്നീട് തിരികെ പോകും. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ ഗീതയുടെ ഭഗവാനിൽ നിന്നും അതേ ഗീതാജ്ഞാനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. രാജയോഗം അഭ്യസിക്കുകയാണ്. മറ്റുള്ളവർ എഴുതപ്പെട്ട ഗീത വായിച്ച് അതിനെ വ്യാഖ്യാനിക്കുന്നു. പിന്നീട് മനുഷ്യർക്ക് കേൾപ്പിച്ചു കൊടുക്കുന്നു. അവരും പിന്നീട് ശരീരം ഉപേക്ഷിച്ച് അടുത്ത ജന്മം കുട്ടിയായി ജനിച്ചാൽ പിന്നീട് കേൾപ്പിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ബാബ നിങ്ങൾക്ക് ഗീത കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ രാജപദവി നേടുന്നത് വരെയും ബാബ കേൾപ്പിക്കുന്നു. ലൗകിക ടീച്ചറും പാഠം പഠിപ്പിച്ചു തരുന്നുണ്ട്. പഠിപ്പ് പൂർത്തിയാവുന്നതുവരെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കും. പഠിപ്പ് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് പരിധിക്കുള്ളിലുള്ള സമ്പാദ്യത്തിൽ മുഴുകുന്നു. ടീച്ചറിൽ നിന്നും പഠിച്ചു, സമ്പാദിച്ചു, വയസ്സായി, ശരീരം ഉപേക്ഷിച്ചു. പിന്നീട് അടുത്ത ജന്മത്തിൽ മറ്റൊരു ശരീരം പോയി എടുക്കുന്നു. മറ്റുള്ള മനുഷ്യർ ഗീത കേൾപ്പിക്കുന്നു. ഇപ്പോൾ ഇതിലൂടെ എന്ത് പ്രാപ്തിയാണ് ഉണ്ടാകുന്നത്? ഇതാർക്കും തന്നെ അറിയില്ല. ഗീത കേൾപ്പിച്ച് അടുത്ത ജന്മത്തിൽ വീണ്ടും കുട്ടിയായി ജനിച്ചാൽ കേൾപ്പിക്കാൻ സാധിക്കില്ല. എപ്പോഴാണോ വലുതാകുന്നത്, വയസ്സാകുന്നത്, ഗീതാ പാഠി ആകുന്നത്, അപ്പോൾ മാത്രമേ കേൾപ്പിക്കാൻ സാധിക്കൂ. ഇവിടെ ബാബ ഒരേ ഒരു പ്രാവശ്യം മാത്രമേ ശാന്തിധാമത്തിൽ നിന്നും വന്ന് പഠിപ്പിക്കുന്നുള്ളൂ. പിന്നീട് തിരിച്ചു പോവുകയാണ്. ബാബ പറയുന്നു, നിങ്ങളെ രാജയോഗം പഠിപ്പിച്ച് ഞാൻ തിരികെ വീട്ടിലേക്ക് പോകുന്നു. ആരെയാണോ പഠിപ്പിക്കുന്നത് അവർ പിന്നീട് വന്ന് തന്റെ പ്രാപ്തി അനുഭവിക്കുന്നു. തന്റെ സമ്പാദ്യം ചെയ്ത് നമ്പർ വാർ പുരുഷാർത്ഥമനുസരിച്ച് ധാരണ ചെയ്ത് പിന്നീട് തിരികെ പോകുന്നു. എവിടേക്ക്? പുതിയ ലോകത്തിലേക്ക്. ഈ പഠിപ്പ് തന്നെ പുതിയ ലോകത്തേക്ക് വേണ്ടിയാണ്. ഈ പഴയ ലോകം നശിച്ച് പുതിയ ലോകത്തിന്റെ സ്ഥാപന ഉണ്ടാകുമെന്ന് മനുഷ്യർക്ക് അറിയില്ല. നിങ്ങൾക്കറിയാം, നമ്മൾ രാജയോഗം പഠിക്കുന്നത് തന്നെ പുതിയ ലോകത്തേക്ക് വേണ്ടിയാണ്. പിന്നീട് ഈ പഴയ ലോകവും ഉണ്ടാകില്ല, പഴയ ശരീരവും ഉണ്ടാകില്ല. ആത്മാവ് അവിനാശിയാണ്. ആത്മാക്കൾ പവിത്രമായി പവിത്ര ലോകത്തിലേക്ക് പോകുന്നു. പുതിയ ലോകം ഉണ്ടായിരുന്നു. അതിൽ ദേവീ ദേവതകളുടെ രാജ്യമായിരുന്നു. അതിനെയാണ് സ്വർഗം എന്ന് പറയുന്നത്. പുതിയ ലോകം സ്ഥാപിക്കുന്നത് ഭഗവാനാണ്. ബാബ ഒരു ധർമ്മത്തിന്റെ സ്ഥാപനയാണ് ചെയ്യിപ്പിക്കുന്നത്. ദേവതകളിലൂടെ അല്ല ചെയ്യിപ്പിക്കുന്നത്. ദേവതകൾ ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ തീർച്ചയായും ഏതെങ്കിലും മനുഷ്യനിലൂടെ തന്നെയാണ് ജ്ഞാനം നൽകുന്നത്. അവർ പിന്നീട് ദേവതയായി മാറുന്നു. പിന്നീട് അതേ ദേവതകൾ പുനർജന്മമെടുത്ത് വീണ്ടും ഇപ്പോൾ ബ്രാഹ്മണരായി മാറിയിരിക്കുകയാണ്.
ഈ രഹസ്യം നിങ്ങൾ കുട്ടികൾക്കേ അറിയൂ. നിരാകാരനായ ഭഗവാനാണ് പുതിയ ലോകം രചിക്കുന്നത്. ഇപ്പോൾ രാവണ രാജ്യമാണ്. നിങ്ങൾ മറ്റുള്ളവരോട് ചോദിക്കാറുണ്ട്, കലിയുഗി പതീതരാണോ അതോ സത്യയുഗി പാവന ആത്മാക്കളാണോ? പക്ഷെ അവർ മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ ബാബ കുട്ടികളോട് പറയുന്നു, ഞാൻ 5000 വർഷങ്ങൾക്ക് മുൻപും നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിരുന്നു. ഞാൻ വരുന്നത് തന്നെ നിങ്ങൾ കുട്ടികളെ പകുതി കൽപ്പം സുഖികളാക്കി മാറ്റാനാണ്. പിന്നീട് രാവണൻ വന്ന് നിങ്ങളെ ദുഃഖി ആക്കുന്നു. ഇത് സുഖദുഃഖത്തിന്റെ കളിയാണ്. കൽപ്പത്തിന്റെ കാലാവധി 5000 വർഷമാണ്. അപ്പോൾ പകുതി പകുതി ആണല്ലോ. രാവണ രാജ്യത്തിൽ എല്ലാവരും ദേഹാഭിമാനിയും വികാരിയുമാകുന്നു. ഈ കാര്യങ്ങളെല്ലാം ഇപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതിനു മുൻപേ മനസ്സിലാക്കിയിരുന്നില്ല. കൽപ്പകൽപ്പം ആരാണോ മനസ്സിലാക്കിയിരുന്നത് അവരെ മനസ്സിലാക്കൂ. ആരാണോ ദേവതകളായി തീരാത്തവർ അവർ വരിക പോലുമില്ല. നിങ്ങൾ ദേവതാ ധർമ്മത്തിന്റെ തൈയാണ് നട്ടുപിടിപ്പിക്കുന്നത്. ഇപ്പോൾ അത് ആസുരിയവും തമോപ്രധാനവുമായി തീർന്നപ്പോൾ അതിനെ ദൈവിക വൃക്ഷം എന്ന് പറയില്ല. വൃക്ഷം പുതിയതായിരുന്നപ്പോൾ സതോ പ്രധാനമായിരുന്നു. ദേവീ ദേവതകളായിരുന്നു അതിലെ ഇലകൾ. പിന്നീട് രജോ തമോയിലേക്ക് വന്നു. പഴയ പതീതമായ ശൂദ്രരായി തീർന്നു. പഴയ ലോകത്തിൽ പഴയ മനുഷ്യരായിരിക്കും. ഈ പഴയവരെയാണ് വീണ്ടും പുതിയവരാക്കി മാറ്റേണ്ടത്. ഇപ്പോൾ ദേവീ ദേവതാ ധർമ്മത്തിന് തന്നെ ലോപം സംഭവിച്ചു. ബാബയും പറയുന്നു, എപ്പോഴെല്ലാമാണോ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നത് അപ്പോൾ മറ്റുള്ളവർ ചോദിക്കാറുണ്ട്, ഏത് ധർമ്മത്തിന്റെ ഗ്ലാനിയാണ് സംഭവിക്കുന്നത്? തീർച്ചയായും പറയണം, ബാബ സ്ഥാപിച്ചിരുന്ന ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിന്റെ. ആ ധർമ്മത്തിനാണ് ലോപം സംഭവിച്ചത്. അതിനു പകരം ഇപ്പോൾ ആ ധർമ്മം നിറഞ്ഞു. എപ്പോഴാണോ അധർമ്മത്തിന്റെ വൃദ്ധി ഉണ്ടാകുന്നത് അപ്പോഴാണ് ബാബ വരുന്നത്. ധർമ്മത്തിന്റെ വൃദ്ധി എന്ന് ഒരിക്കലും പറയില്ല. ധർമ്മത്തിന് ലോപം സംഭവിക്കുകയാണ്. ബാക്കി അധർമ്മത്തിന്റെ വൃദ്ധിയാണ് ഉണ്ടാകുന്നത്. വാസ്തവത്തിൽ എല്ലാ ധർമ്മത്തിന്റെയും വൃദ്ധി ഉണ്ടാകുന്നുണ്ട്. ഒരു ക്രിസ്തുവിൽ നിന്ന് ക്രിസ്ത്യൻ ധർമ്മത്തിന്റെ വൃദ്ധി ഉണ്ടാകുന്നു. ബാക്കി ദേവീ ദേവതാ ധർമ്മത്തിന് ലോപം സംഭവിച്ചു. പതിതരായത് കാരണം തന്നെത്താൻ ഗ്ലാനി ചെയ്യാൻ തുടങ്ങി. ഈ ഒരു ധർമ്മം മാത്രമാണ് അധർമ്മത്തിലേക്ക് പോകുന്നത്. മറ്റെല്ലാ ധർമ്മങ്ങളും ശരിയായ രീതിയിൽ മുന്നോട്ടു പോകുന്നു. എല്ലാവരും അവരവരുടെ ധർമ്മത്തിൽ തന്നെ നിലനിൽക്കുന്നു. ആരാണോ ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിലുള്ളവർ, നിർവികാരികളായിരുന്നവർ, അവർ തന്നെയാണ് വികാരികളാകുന്നത്. ബാബ പാവന ലോകം സ്ഥാപിച്ചിരുന്നു. പിന്നീട് ആ ലോകത്തിൽ വസിച്ചിരുന്നവർ തന്നെ പതീതരും ശൂദ്രരും ആകുന്നു. അതായത് ആ ധർമ്മത്തിന്റെ ഗ്ലാനി സംഭവിക്കുന്നു. അവർ അപവിത്രരാകുമ്പോൾ അവനവന്റെ ഗ്ലാനി ചെയ്യിപ്പിക്കുന്നു. വികാരത്തിലേക്ക് പോകുന്നതിലൂടെ പതീതമാകുന്നു. സ്വയത്തെ ദേവത എന്ന് പറയാൻ സാധിക്കില്ല. സ്വർഗത്തിനു പകരം നരകമായി. ഇപ്പോൾ പാവനമായി ആരും തന്നെയില്ല. നിങ്ങൾ എത്ര മോശവും പതീതവുമായി മാറിയിരിക്കുകയാണ്. ബാബ പറയുന്നു, നിങ്ങളെ പാവന പുഷ്പമാക്കി മാറ്റിയതാണ്. പിന്നീട് രാവണൻ നിങ്ങളെ മുള്ളുകളാക്കി. പാവന അവസ്ഥയിൽ നിന്നും പതീതമായി. നിങ്ങൾ തന്റെ ധർമ്മത്തിന്റെ അവസ്ഥ നോക്കണം. നിങ്ങൾ വിളിക്കാറുണ്ടായിരുന്നു, നമ്മുടെ അവസ്ഥ വന്ന് കാണൂ, ഞങ്ങൾ എത്ര പതീതമായിരിക്കുന്നു, ഞങ്ങളെ വീണ്ടും പാവനമാക്കൂ.
പതീതത്തിൽ നിന്ന് പാവനമാക്കുന്നതിനു വേണ്ടി ബാബ വരുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ പാവനമാകണം. മറ്റുള്ളവരെയും ആക്കി മാറ്റണം. നിങ്ങൾ കുട്ടികൾ സ്വയം നോക്കൂ, ഞങ്ങൾ സർവഗുണ സമ്പന്നരായി മാറിയോ? നമ്മുടെ പെരുമാറ്റം ദേവതകളെ പോലെയാണോ? ദേവതകളുടെ രാജ്യത്തിൽ വിശ്വത്തിൽ ശാന്തിയുണ്ടായിരുന്നു. വിശ്വത്തിൽ എങ്ങനെ ശാന്തി സ്ഥാപിക്കണം എന്ന് ബാബ വീണ്ടും നിങ്ങളെ പഠിപ്പിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കും ശാന്തിയിൽ ഇരിക്കണം. ശാന്തമായി ഇരിക്കാനുള്ള യുക്തി പറഞ്ഞു തരുന്നു. എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങൾ ശാന്തമായി ശാന്തിധാമത്തിലേക്ക് പോകും. പല കുട്ടികളും ശാന്തമായി ഇരുന്നുകൊണ്ട് മറ്റുള്ളവരെ കൂടി ശാന്തിയോടെ ഇരുത്താൻ പഠിപ്പിക്കുന്നവരുണ്ട്. ചിലർ അശാന്തി വ്യാപിപ്പിക്കുന്നവരാണ്. സ്വയം അശാന്തരാവുകയും മറ്റുള്ളവരെയും അശാന്തരാക്കി മാറ്റുകയും ചെയ്യുന്നു. ശാന്തിയുടെ അർത്ഥം മനസ്സിലാക്കുന്നില്ല. ഇവിടെ വരുന്നത് തന്നെ ശാന്തമായി ഇരിക്കാൻ അഭ്യസിക്കാനാണ്. പിന്നീട് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അശാന്തരായി തീരുന്നു. അശാന്തി ഉണ്ടാവുന്നത് അപവിത്രതയിലൂടെയാണ്. ഇവിടെ വന്ന് പ്രതിജ്ഞ ചെയ്യുന്നു, ബാബ, ഞങ്ങൾ അങ്ങയുടേതാണ്. അങ്ങയിൽ നിന്ന് വിശ്വത്തിന്റെ ചക്രവർത്തി പദവി നേടണം. ഞങ്ങൾ പവിത്രമായിരുന്ന് തീർച്ചയായും വിശ്വത്തിന്റെ അധികാരി ആയിത്തീരും. പിന്നീട് വീട്ടിലേക്ക് പോയാൽ മായയുടെ കൊടുങ്കാറ്റിൽ അകപ്പെടുന്നു. യുദ്ധമല്ലേ? പിന്നീട് മായയുടെ അടിമയായി മാറിയാൽ പതീതരായി തീരാൻ ആഗ്രഹിക്കുന്നു. ആരാണോ പവിത്രമായിരിക്കും എന്ന് പ്രതിജ്ഞ ചെയ്ത് മായയുടെ യുദ്ധത്തിൽ അകപ്പെട്ട് പ്രതിജ്ഞ ലംഘിക്കുന്നത്, അവർ തന്നെയാണ് അബലകളുടെ മേൽ അത്യാചാരവും നടത്തുന്നത്. ഭഗവാന്റെ അടുത്ത് വന്ന് പ്രതിജ്ഞ ചെയ്യുന്നു, ഞങ്ങൾ പവിത്രമായി പവിത്ര ലോകത്തിന്റെ സമ്പത്ത് നേടും. ഞങ്ങൾ ദൃഷ്ടി നിർവികാരിയാക്കും. കുദൃഷ്ടി വെക്കില്ല. വികാരത്തിലേക്ക് പോകില്ല. വികാരി ദൃഷ്ടി ഉപേക്ഷിക്കും. എന്നാലും മായ രാവണനോട് തോറ്റുപോകുന്നു. അപ്പോൾ ആരാണോ നിർവികാരിയായി മാറാൻ ആഗ്രഹിക്കുന്നത് അവരെ ബുദ്ധിമുട്ടിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് അബലകളുടെ മേൽ അത്യാചാരങ്ങൾ സംഭവിക്കുന്നു എന്ന്. പുരുഷന്മാർ ബലവാനാണ്, സ്ത്രീകൾ ദുർബലരാണല്ലോ. യുദ്ധങ്ങൾക്കെല്ലാം പുരുഷന്മാരാണ് പോകുന്നത്. കാരണം അവർ ബലവാനാണ്. സ്ത്രീകൾ കോമള ഹൃദയമുള്ളവരാണ്. അവരുടെ കർത്തവ്യം തന്നെ വേറെയാണ്. അവർ വീട് സംരക്ഷിക്കണം, കുട്ടികൾക്ക് ജന്മം നൽകി അവരെ സംരക്ഷിക്കണം. ഇതും ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അവിടെ ഒരു കുട്ടിയാണ് ഉണ്ടാകുന്നത്. അതും അവിടെ വികാരത്തിന്റെ പേരില്ല. ഇവിടെ സന്യാസിമാരും ഇടയ്ക്ക് പറയാറുണ്ട്, ഒരു കുട്ടി തീർച്ചയായും ആവശ്യമാണ്. വികാരി ദൃഷ്ടിയുള്ളവർ ഇങ്ങനെയുള്ള പഠിപ്പ് നൽകുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, ഈ സമയത്തെ കുട്ടികളെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. വിനാശം തൊട്ടുമുന്നിലാണ്. സർവ്വതും നശിക്കാൻ പോവുകയാണ്. ഞാൻ വന്നിരിക്കുന്നത് തന്നെ പഴയ ലോകത്തിന്റെ വിനാശത്തിനാണ്. അത് സന്യാസിമാരുടെ കാര്യമാണ്. അവർക്ക് വിനാശത്തെക്കുറിച്ച് യാതൊന്നും തന്നെ അറിയില്ല. നിങ്ങൾക്ക് പരിധിയില്ലാത്ത അച്ഛനാണ് മനസ്സിലാക്കി തരുന്നത്. ഇപ്പോൾ വിനാശം സംഭവിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് കുട്ടികളും അവകാശികളും ആരും തന്നെ ഉണ്ടാകില്ല. നിങ്ങൾ വിചാരിക്കുന്നു നമ്മുടെ കുലത്തിന്റെ എന്തെങ്കിലും അടയാളം ഉണ്ടാകണമെന്ന്. പക്ഷേ ഈ പതീത ലോകത്തിന്റെ യാതൊരു അടയാളവും ഉണ്ടാകില്ല. നിങ്ങൾക്കറിയാം, നമ്മൾ പാവന ലോകത്തിലേതായിരുന്നു. മനുഷ്യരും ആ ലോകത്തെ ഓർമ്മിക്കുന്നുണ്ട്. കാരണം പാവന ലോകം വിശ്വത്തിൽ ഉണ്ടായിരുന്നതാണ്. അതിനെയാണ് സ്വർഗം എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ
തമോ പ്രധാനമായത് കാരണം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ലോകത്തിലെ മനുഷ്യരുടെ ദൃഷ്ടി തന്നെ വികാരിയാണ്. ഇതിനെയാണ് ധർമ്മഗ്ലാനി എന്ന് പറയുന്നത്. ആദി സനാതന ധർമ്മത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. വിളിക്കുന്നുണ്ട്, പതീത പാവന വരൂ. കാരണം പതീതരും ദുഃഖിയുമാണ്. ബാബ മനസ്സിലാക്കി തരുന്നു, ഞാൻ നിങ്ങളെ പാവനമാക്കിയിരുന്നു, പക്ഷെ മായാരാവണൻ നിങ്ങളെ വീണ്ടും പതീതമാക്കി മാറ്റി. ഇപ്പോൾ വീണ്ടും പാവനമായി മാറണം. പാവനമാകുന്നതുകൊണ്ടാണ് മായാരാവണന്റെ യുദ്ധം ഉണ്ടാകുന്നത്. ബാബയിൽ നിന്ന് സമ്പത്ത് നേടുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ മുഖം കറുപ്പിക്കുകയാണെങ്കിൽ, അതായത് വികാരത്തിലേക്ക് പോയാൽ എങ്ങനെ സമ്പത്ത് ലഭിക്കാനാണ്? ബാബ വരുന്നത് തന്നെ സതോ പ്രധാനമാക്കി മാറ്റുന്നതിനാണ്. ദേവതകൾ സതോ പ്രധാനരായിരുന്നു. അവരാണ് ഇപ്പോൾ തമോ പ്രധാനമായിരിക്കുന്നത്. ദേവതകളുടെ ശരീരത്തെയാണ് മോശമാക്കി ചിത്രീകരിച്ചിരിക്കുന്നത്. ക്രിസ്തുവിന്റെയോ ബുദ്ധന്റെയോ ചിത്രങ്ങളെ മോശമാക്കി കാണിച്ചിട്ടുണ്ടോ? ദേവതകളുടെ ചിത്രങ്ങളെയാണ് കറുപ്പിച്ച് മോശമാക്കിയിരിക്കുന്നത്. ആരാണോ സർവരുടെയും സദ്ഗതി ദാതാവ്, പരമമായ പരമാത്മാവ്, സർവരുടെയും പിതാവ്, ഇവരെ തന്നെയാണ് പരമപിതാവായ പരമാത്മാവേ വന്ന് മുക്തമാക്കൂ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ബാബ ഒരിക്കലും പതീതമാകുന്നില്ല. ബാബ സദാ പരിശുദ്ധനാണ്. കൃഷ്ണൻ മറ്റൊരു ശരീരം എടുക്കുന്നുണ്ടെങ്കിലും പവിത്രമാണല്ലോ. ദേവതകളെയാണ് മഹാനാത്മാക്കൾ എന്ന് പറയുന്നത്. കൃഷ്ണൻ ദേവനാണ്. ഇത് കലിയുഗമാണ്. ഇപ്പോൾ കലിയുഗത്തിൽ എങ്ങനെ മഹാത്മാക്കൾ വരാനാണ്? ശ്രീകൃഷ്ണൻ സത്യയുഗത്തിലെ ആദ്യത്തെ രാജകുമാരനാണ്. അവരിൽ ദൈവിക ഗുണങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ദേവതകൾ ആരും തന്നെയില്ല. സാധുക്കളും സന്യാസിമാരും പവിത്രമായിരിക്കുന്നുവെങ്കിലും പിന്നീട് പുനർജന്മങ്ങൾ എടുക്കുന്നത് വികാരത്തിലൂടെയാണ്. വീണ്ടും സന്യാസം സ്വീകരിക്കേണ്ടതായി വരുന്നു. ദേവതകൾ സദാ പവിത്രമാണ്. ഇവിടെ രാവണന്റെ രാജ്യമാണ്. രാവണന് 10 തല കാണിച്ചിട്ടുണ്ട്. 5 സ്ത്രീകളുടെയും 5 പുരുഷന്മാരുടെയുമാണ്. ഓരോരുത്തരിലും പഞ്ചവികാരങ്ങൾ ഉണ്ടെന്നറിയാം. ദേവതകളിലും ഉണ്ടാവില്ലല്ലോ. സത്യയുഗത്തെ സുഖധാമം എന്നാണ് പറയുന്നത്. അവിടെയും രാവണനുണ്ടെങ്കിൽ അതും ദുഃഖധാമമായി തീരും. മനുഷ്യർ മനസ്സിലാക്കുന്നു, ദേവതകൾ കുട്ടികൾക്ക് ജന്മം നൽകുന്നുണ്ട്, അതുകൊണ്ട് അവരും വികാരിയാണെന്ന്. അവർക്കിതറിയില്ല. ദേവതകൾ സമ്പൂർണ്ണ നിർവികാരിയാണ്. അതുകൊണ്ടാണ് അവരെ പൂജിക്കുന്നത്. സന്യാസിമാരുടെയും മിഷനറിയുണ്ട്. കേവലം പുരുഷന്മാരെ സന്യസിപ്പിച്ച് അവരുടെ സംഖ്യ വർദ്ധിപ്പിക്കുന്നു. ബാബ പ്രവൃത്തി മാർഗത്തിന്റെ പുതിയ മിഷനറി ഉണ്ടാക്കുന്നു. യുഗൾ ആയിരിക്കുന്നവരെ തന്നെ, അതായത് ജോഡി ആയിരിക്കുന്നവരെ തന്നെ പവിത്രമാക്കുന്നു. പിന്നീട് നിങ്ങൾ ദേവതയായി തീരുന്നു. നിങ്ങളിവിടെ സന്യാസിയാവാൻ വേണ്ടിയല്ല വന്നിരിക്കുന്നത്. നിങ്ങൾ വന്നിരിക്കുന്നത് വിശ്വത്തിന്റെ അധികാരിയായി തീരാനാണ്. മറ്റുള്ള സന്യാസിമാർ വീണ്ടും ഗൃഹസ്ഥത്തിൽ പോയി ജന്മമെടുക്കുന്നു. പിന്നീട് വീണ്ടും സന്യാസധർമ്മം സ്വീകരിക്കുന്നു. നിങ്ങളുടെ സംസ്കാരം തന്നെ പവിത്രതയുടേതാണ്. ഇപ്പോൾ അപവിത്രമായിരിക്കുകയാണ്. വീണ്ടും പവിത്രമാകണം. ബാബ പവിത്ര ഗൃഹസ്ഥാശ്രമമാണ് സ്ഥാപിക്കുന്നത്. പാവന ലോകത്തെ സത്യയുഗമെന്നും പതിത ലോകത്തെ കലിയുഗമെന്നും പറയുന്നു. ഇവിടെ എത്ര പാപാത്മാക്കളാണ്. സത്യയുഗത്തിൽ ഈ കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല.
ബാബ പറയുന്നു, എപ്പോഴെല്ലാം ഭാരതത്തിൽ ധർമ്മത്തിന്റെ ഗ്ലാനി ഉണ്ടാകുന്നു, അതായത് ദേവീദേവതാ ധർമ്മത്തിലുള്ളവർ പതീതമാകുമ്പോൾ തങ്ങളുടെ ഗ്ലാനി ചെയ്യിക്കുന്നു. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ പാവനമാക്കി. വീണ്ടും ഇപ്പോൾ നിങ്ങൾ പതീതമായിരിക്കുകയാണ്. നിങ്ങളെക്കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാതായി. എപ്പോഴാണോ ഇത്രയ്ക്കും പതീതമാവുന്നത്, അപ്പോൾ പാവനമാക്കുന്നതിന് വേണ്ടി എനിക്ക് വരേണ്ടി വരുന്നു. ഇത് ഡ്രാമയുടെ ചക്രമാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സ്വർഗത്തിലേക്ക് പോകുന്നതിന് വേണ്ടി ദൈവിക ഗുണങ്ങൾ ആവശ്യമാണ്. ക്രോധിക്കാൻ പാടില്ല. ക്രോധമുള്ളവർ അസുരന്മാരാണ്. വളരെയധികം ശാന്തചിത്തമായ അവസ്ഥയായിരിക്കണം. ക്രോധിക്കുന്നുവെങ്കിൽ പറയും, ഇവരിൽ ക്രോധത്തിന്റെ ഭൂതമുണ്ട്. ആരിലാണോ ഏതെങ്കിലും ഭൂതമുള്ളത് അവർക്ക് ദേവതയായി തീരുവാൻ സാധിക്കില്ല. നരനിൽ നിന്നും നാരായണനായി തീരാൻ സാധിക്കില്ല. ദേവതകൾ നിർവികാരികൾ തന്നെയാണ്. യഥാ രാജാ റാണി തഥാ പ്രജകൾ നിർവികാരിയാണ്. ഭഗവാനായ അച്ഛൻ തന്നെയാണ് വന്ന് സമ്പൂർണ്ണ നിർവികാരിയാക്കി മാറ്റുന്നത്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും പുലർക്കാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം. 1. ബാബയോട് പവിത്രതയുടെ പ്രതിജ്ഞ ചെയ്തു എങ്കിൽ സ്വയത്തെ മായയുടെ യുദ്ധത്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടിരിക്കണം. ഒരിക്കലും മായയുടെ അടിമ ആകരുത്. ഈ പ്രതിജ്ഞ മറക്കരുത്. കാരണം ഇപ്പോൾ പാവന ലോകത്തിലേക്ക് പോകണം. 2. ദേവതയാകുന്നതിന് വേണ്ടി അവസ്ഥ വളരെ ശാന്തചിത്തമാക്കണം. ഒരു ഭൂതത്തിനെയും പ്രവേശിക്കാൻ അനുവദിക്കരുത്. ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യണം. വരദാനം. ഫരിഷ്ത സ്വരൂപത്തിന്റെ സ്മൃതിയിലൂടെ ബാബയുടെ കുടത്തണലിന്റെ അനുഭവം ചെയ്യുന്ന വിഘ്നജീതായി ഭവിക്കട്ടെ. അമൃതവേളയിൽ എഴുന്നേറ്റ ഉടനെ സ്മൃതിയിൽ കൊണ്ടുവരൂ, ഞാൻ ഫരിഷ്തയാണ്. ബ്രഹ്മബാബയ്ക്ക് മനസ്സിനിഷ്ടപ്പെട്ട ഈ ഗിഫ്റ്റ് കൊടുക്കൂ. എങ്കിൽ ദിവസവും അമൃതവേളയിൽ ബാബ്ദാദ താങ്കളെ തന്റെ കരവലയത്തിലിരുത്തും. അനുഭവം ചെയ്യും, ഞാൻ ബാബയുടെ കൈകളിലാണ്. അതീന്ദ്രിയ സുഖത്തിൽ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. ആര് ഫരിഷ്ത സ്വരൂപത്തിന്റെ സ്മൃതിയിൽ ഇരിക്കുന്നുവോ അവരുടെ അടുത്ത് ഒരു പരിതസ്ഥിതിയും വിഘ്നവും വരികയാണെങ്കിൽ തന്നെ ബാബ അവർക്ക് കുടത്തണലായി മാറും. അതിനാൽ ബാബയുടെ ഛത്രഛായ, അതായത് സ്നേഹത്തിന്റെ അനുഭവം ചെയ്തുകൊണ്ട് വിഘ്നജീതായി മാറൂ. സ്ലോഗൻ. സുഖസ്വരൂപ ആത്മാവ് സ്വസ്ഥിതിയിലൂടെ പരിസ്ഥിതിയുടെ മേൽ സഹജമായി വിജയം പ്രാപ്തമാക്കുന്നു. ഓം ശാന്തി.